ഹായ്. നമ്മളൊക്കെ കേരളത്തിലുള്ളവരെ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മളൊരു ആചാരം ഉണ്ടല്ലോ, കുട്ടികളെ മുടി മുണ്ടനം ചെയ്യുന്നുള്ളൊരു വഴിപാടൊക്കെ ചെയ്യാറുണ്ട്. അതിനു വേണ്ടി നമ്മൾ പോകുന്ന തമിഴ്നാട്ടിലുള്ള ആ ക്ഷേത്രത്തിലേക്കല്ലേ, പഴനി എന്നുള്ള ക്ഷേത്രത്തിലേക്ക്. അതിന് പകരം നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു പഴനി, കേരള പഴനി എന്ന് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടേക്ക് നമുക്ക് ഒന്ന് പോയാലോ? ആ കാഴ്ച വിശേഷമായിരിക്കും ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ എറണാകുളം പാലക്കാട് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കണേ. അവിടുന്ന് ആമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റൈറ്റ് എടുത്ത് ഏകദേശം 12 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തോട്ടാണ്. ഇതാണ് കേരളപ്പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ക്ഷേത്രം. ഈ ആദ്യം കാണുന്നതാണ് കേട്ടോ അടിവാരത്തെ ഗണപതി കോവിൽ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിലുള്ള കേരളപ്പഴനിയിൽ എത്തിയിട്ടുണ്ട്. 2 വഴിയുണ്ട്. ഒന്ന് കാറും ബൈക്കൊക്കെ പോണ ഒരു വഴിയുണ്ട്, പിന്നെ ഇതിൽ കൂടെ നടന്ന് കയറണം. ഞാനെന്നാലും നടന്ന് കയറണം കേട്ടോ. വാ 239 പടികൾ കയറിയിട്ട് വേണം കേട്ടോ നമ്മൾ ക്ഷേത്രത്തിൻ്റെ നടയിലെത്താൻ. നിങ്ങൾ കണ്ടില്ലേ ഓരോ സ്റ്റെപ്പിനും ഓരോ പേരുകൾ ചെയ്തിട്ടുള്ളത്? അതൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നടന്ന് വരണമെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇരിക്കാനുള്ള, നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടി ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ഉണ്ട്. അത് അടിപൊളി തന്നെയാണ്. നമ്മളൊക്കെ അങ്ങനെ സ്റ്റെപ്പ് കയറി വന്നിട്ടേ ഇതിൻ്റെ ഉയരത്തേക്ക് വരും തോറും അങ്ങോട്ട് നോക്കിക്കാൻ ഈ കാണുന്ന ആൽമരാട്ട നമ്മളെ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നമ്മൾ റെസീറ്റ് അവിടെ എടുക്കണം, മുടി മുണ്ടനം ചെയ്യുന്ന ആൾക്കാർക്ക്. അതിനുശേഷം ഇതിപ്പോൾ ഓപ്പൺ അല്ല, ആ സമയത്തുണ്ട്. ഇവിടെ ഒരു 7 ആൾക്കൊക്കെ ഒരുമിച്ച് മുണ്ടനം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ അമ്പലത്തിൻ്റെ പണി നടക്കണം. ശരിക്കും നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. നോക്കിക്കേ, നമ്മുടെ പഴനിയിലുള്ള ക്ഷേത്രത്തിൻ്റെ അതേ രൂപത്തിലാണ് അത് ചെയ്യാൻ പോണത്. ഇതിൻ്റെ വർക്കുകളൊക്കെ മുന്നേ ഇങ്ങനത്തെ അമ്പലമല്ലായിരുന്നേ. അപ്പോൾ അതിന് ശേഷം ശരിക്കും ആ ഒരു മോഡലിലുള്ള ക്ഷേത്രമാണ് ഇവിടെ പണി നടക്കുക. ഇപ്പോൾ നമ്മുടെ പടികൾ കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി അവിടെ കാർ പാർക്കിംഗ് കണ്ടോ? താഴത്തുനിന്ന് വരുന്ന വണ്ടികൾ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഊട്ടുപുരയും കാണാം. ഏകദേശം 50-60 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്നാണ് ഇവിടെ പറഞ്ഞ് കേട്ടത്. ഇവിടെ കുംഭമാസത്തിലെ പൂയെന്നാളിലാണ് ഇവിടെ 3 ദിവസമാണ് ഇവിടെ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
ഇവിടുത്തെ 3 ദിവസത്തെ പരിപാടിയിൽ ആദ്യ ദിവസം പൂരവും കാവടിയും, 2-ാം ദിവസം ആറാട്ടും പള്ളിവേട്ടയും, പിന്നെ 3-ാം ദിവസമാണ് നമ്മുടെ ആറാട്ട് മുങ്ങൽ. അങ്ങനെയാണ് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പോകുന്നത്. ഇവിടുത്തെ ഉത്സവത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, പാൽക്കുട അഭിഷേകം. 1000 കുടം പാല് ഉപയോഗിച്ചാണ് ഇവിടെ അഭിഷേകം ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ അതുപോലെ നമുക്ക് എല്ലാ ദിവസവും അന്നദാനമുണ്ട്. അത് എല്ലാ മാസം 1-ാം തീയതി ദിവസങ്ങളിലും എല്ലാ ഞായറാഴ്ചകളും ചോറായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കഞ്ഞിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ 9:30-ക്ക് പൂജ കഴിയും. അതിന് ശേഷമായിരിക്കും നമുക്ക് കിട്ടുന്ന അന്നദാനം. അത് കൃത്യം 11:30യോടുകൂടി തീരും ചെയ്യും. തലമുണ്ടനം ചെയ്യാനായിട്ട് വഴിപാടായിട്ട് വരുന്നവർ ഞായറാഴ്ച വരുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം. കാരണം അധിക സമയം പൂജയും മറ്റുള്ള ഉണ്ടാവുന്നത് ഞായറാഴ്ച ദിവസമായിരിക്കും. അങ്ങനെ നമ്മുടെ കേരള പഴനി കണ്ടില്ലേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.